നമുക്കറിയാം ലാലേട്ടൻ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് റിസീവ് ചെയ്തു ഡൽഹിയിൽ നിന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഇൻസ്പിറേഷൻ അതിലുണ്ടല്ലോ, ആ അവാർഡ് വാങ്ങുമ്പോഴും തൊട്ട് മുമ്പിൽ ലാലേട്ടൻ്റെ വൈഫിൻ്റെ ഒപ്പം ആൻ്റണി പെരുമ്പ എന്ന വ്യക്തി ഇരിക്കുന്നുണ്ട്. ലാലേട്ടൻ എന്ന വ്യക്തിയെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് ബിൽഡർ. ലാലേട്ടൻ തന്നെ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വൈഫിന് പോലും ദേഷ്യമാണ്. കാരണം വൈഫിനേക്കാൾ കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് ആൻ്റണി പെരുമ്പാവൂരാണ് അത്ര ലാലേട്ടൻ്റെ ഒപ്പം. കാരണം ഇതുപോലുള്ള ഇപ്പോൾ രാജാവാണെങ്കിൽ മന്ത്രി വേണമെന്ന് പറയില്ലേ, ഇതുപോലുള്ള ബ്രാൻഡ് ബിൽഡേഴ്സ് കൂടി ഉണ്ടാവും മാത്രമാണ് പല ബിസിനസ്സുകാരും സിനിമാ താരങ്ങളും പൊളിറ്റീഷ്യൻസും പലരും വളരുന്നത്. അത്രയും വിശ്വസ്തരായിട്ടുള്ള ഒരാൾ കൂടെ വരുമ്പോൾ എല്ലാവരുടെ സമയത്ത് ഒന്നും നോക്കണ്ട, ആളെല്ലാ കാര്യങ്ങളും ചാർട്ട് ചെയ്യുന്നത് ആൻ്റണി ചേട്ടനാണ്. അതാണ് ആളുടെ വിജയം. ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്, ആളുടെ പേര് മറ്റേ നമുക്ക് ഇത് കൊടുക്കുന്നതുകൊണ്ട്. കാരണം ലാലേട്ടനറിയാം ആളൊന്നുമല്ലാത്ത സമയത്താണ് ആൾക്ക് കയറി ഇന്നിങ്ങനെ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഫുൾ ആളൊരു ഫുൾ സ്വിങ്ങിലാണ് ഉയർത്താണ്. അതാണ് ആൻ്റണി പെരുമ്പാവൂർ ബ്രാൻഡിൻ്റെ പവർ. അങ്ങനത്തെ ആളൊരു കൂടിയ കാരണമാണ് ആൾക്ക് ഈ ലെവലിൽ എത്താൻ പറ്റിയത്. അതുകൊണ്ട് ഈ ലെവലിൽ നിന്ന് എത്തിയിട്ട് ആൻ്റണി പെരുമ്പാവൂരിനെ തട്ടിയിട്ട് വേറെ ആളെടുത്തേക്ക് കഴിഞ്ഞാൽ ആൾക്കറിയാം ഞാൻ ഒന്നുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരാൾ കൂടെ കൂടിയിട്ട് ഇങ്ങനെ ആക്കണമെങ്കിൽ ആളുടെ പവർ. ഇപ്പോൾ ആളെ പുറത്താക്കേണ്ട കാര്യമില്ലല്ലോ. ചിലർ പറയും ഒരു മാറ്റിയിട്ട് വേറെ ആളാക്കണം, അത് ആളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ പറയുന്നുള്ളത്. കാരണം വന്ന വഴിയിൽ അല്ലെന്നറിയാം. എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തിനോടൊരു ഭയങ്കര ഇതാണ് ആൻ്റണി പെരുമ്പാവൂർ എന്ന വ്യക്തിയോട്. കാരണം അങ്ങനത്തെ വ്യക്തി ലാലേട്ടത്തിനുള്ള ബ്രാൻഡിനെ അങ്ങോട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടല്ലേ. ഇനിയും എത്ര വിസ്മയമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇനി വരാൻ പോകണം. കാത്തിരിക്കാം നമുക്ക്.